ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അവർ ചാനൽ ഷാജ ഷാരോൺ ഒഫിഷ്യൽസ്. ഗൈസ്, ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. എവിടെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനും അനിയനും കൂടിയാണ് ഇന്ന് പോകുന്നത്. നമ്മൾ ആദ്യം നടന്നാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ഷെയർ ചെയ്യുക, വീഡിയോയ്ക്ക് ഷെയർ ചെയ്യുക. വരൂ നമുക്ക് പോകാം. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് ഒരു കാട്ടിനിടയിലൂടെയൊക്കെയാണ് പോകുന്നത്. ഇവിടുന്ന് ഒത്തിരി ദൂരമുണ്ട് ഗൈസ്, ഒരു റോഡ് കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന യാത്ര റോഡ് കണ്ടുപിടിക്കാനായിട്ടാണ് ഗൈസ്. ഞാൻ കണ്ടോ ഇവിടെയൊക്കെ നല്ല കാടാണ്. അവിടെ അങ്ങ് പോകണം ഗൈസ്, അങ്ങാണ് റോഡ്. കണ്ടോ, ഞാൻ കാണിച്ചു തരാവേ. ഇവിടുന്നൊക്കെയാണ് നമ്മൾ കയറി വന്നത്. നല്ല സ്ഥലങ്ങളാണ് ഗൈസ്, ഞാൻ നല്ല സൂം ചെയ്ത് കാണിക്കുന്നതാണ്. അവിടെയാണ് റോഡ്, നമുക്ക് അവിടം വരെയാണ് പോവേണ്ടത്. അപ്പോൾ അനിയനാണ് മുമ്പേ ഇങ്ങനെ നമ്മളെ വഴികാട്ടി കൊണ്ടുപോവാണ് അനിയൻ ഗൈസ്. അപ്പോൾ ഞങ്ങൾ റോഡ് എത്താറായിട്ടുണ്ട്. അനിയനാണ് ഇങ്ങനെ താമസിക്കുന്നത്. അവൻ നടക്കാനാണ് ഇച്ചിരി താമസം. അവനെയും കൊണ്ട് വേണം പോകാൻ. അവന് നടക്കാൻ ഇച്ചിരി താമസം വേണം. ഞാൻ പതുക്കെയൊക്കെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞാണ് വരുന്നത്. കൂടെ ഞാനും പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് റോഡ് എത്താറായിട്ടുണ്ട്. റോഡിലെത്തിയിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം. ഞങ്ങൾ കുടയൊക്കെ കരുതിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ, കുടയുണ്ട് കയ്യിൽ. ഭയങ്കര വെയിലൊക്കെയാണ് ഗൈസ്, അങ്ങനെ കുട അത്യാവശ്യമാണ്. പിന്നെ അതേ ഗൈസ്, നമ്മൾ റോഡിലെത്തി. അനിയൻ കുടയൊക്കെ പിടിച്ച് തന്നെ പോവാണ്. അവിടെ ഞാൻ കാണിച്ചു തരുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നെ ഞാനും വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ മുന്നേ കുടയും പിടിച്ച് വരികയായിരുന്നു. നമുക്ക് ഇനിയും കുറച്ച് ദൂരം നടക്കണം. പിന്നെ നമുക്കൊരു ഓട്ടോ കിട്ടി ഗൈസ്. ഓട്ടോ കിട്ടിയിട്ട് ഓട്ടോയിൽ ഇങ്ങനെ നമ്മൾ പോവുകയാണ്. ഓട്ടോയിൽ പോകുന്നതാണ് എളുപ്പം ഗൈസ്. അനിയന് നടക്കാൻ പറ്റുന്നത്, അനിയൻ നടക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഓട്ടോയിൽ പോകുന്നത്. നമുക്ക് പകുതിക്ക് വെച്ച് ഓട്ടോ കിട്ടിയത് തന്നെ നന്നായി. അനിയന് നടക്കാൻ വയ്യായിരുന്നു. ഇച്ചിരി നേരമാണ് എൻ്റെ കൂടെ വീഡിയോ എടുത്തത്. പിന്നെ വീഡിയോ എടുക്കാനൊന്നും കൂടെ നിന്നില്ല. ഞാൻ എടുക്കുന്നില്ലെന്നും പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. വഴക്കുണ്ടായി ഞങ്ങൾ തമ്മിൽ. സംഭവം വേറെ ഒന്നുമല്ല ഗൈസ്, ഇത് തന്നെയാണ്. ഞാൻ ഈ കാണിക്കുന്ന ബേക്കറി ആർക്കെങ്കിലും അറിയാമോ? അങ്ങനെ തന്നെ ഗൈസ്, നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ അനിയനെ കൊണ്ടാണ് വന്നത്. അനിയൻ അവിടെ പോയി നോക്കി നിൽക്കുകയാണ്. ഇതെവിടെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അനിയനെ ഒന്ന് ചെത്തി വൃത്തിയാക്കാൻ വന്നതാണ് ഞങ്ങൾ. അനിയൻ്റെ മുടിയൊക്കെ ഒന്ന് നമുക്ക് ചെത്തി വൃത്തിയാക്കാം ഗൈസ്. കണ്ട എന്നെ ഒരാളിൽ നിന്ന് ശല്യം ചെയ്യുന്നുണ്ട് ഗൈസ് കൂടെ ഇരുന്ന്. പിന്നെ ഇതേ ഗൈസ്, അവിടെ പോയി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇവരൊന്ന് ഇറങ്ങിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ആരും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അവിടെ ആളിരിക്കുകയായിരുന്നു മുടി വെട്ടാൻ. അങ്ങനെ അനിയന് ഇച്ചിരി നേരമൊക്കെ നിന്നു. മുഷിയായിരുന്നു ഇരുന്ന്. പിന്നെ മടിയായി. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ വേണ്ട ഗൈസ് കയറി. പിന്നെ ഞാൻ കൂടെ വന്നത് ഫോട്ടോ എടുക്കാനാണ് ഗൈസ്. അവിടെ നമുക്ക് കണ്ണാടി നോക്കി വീഡിയോ ഒക്കെ എടുക്കാമല്ലോ ഗൈസ്. അതിനാണ് ഞാൻ വന്നത്. കുറേ നേരം അനിയൻ അനങ്ങാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ വഴക്കൊന്നുമില്ല ഗൈസ്, അനങ്ങാതിരുന്ന് മുടി വെട്ടിക്കോളും. ഒരു നിർബന്ധമില്ല, മിഠായി ഒന്നും വാങ്ങിച്ചു കൊടുക്കൊന്നും വേണ്ട. അനങ്ങായിരുന്ന് മുടി വെട്ടിക്കോളും. നമ്മൾ എന്തൊക്കെ ചോദിച്ചിട്ടും മിണ്ടായിരുന്നില്ല ഗൈസ്, ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. മിണ്ടാതിരിക്കുകയായിരുന്നു. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു. ഒത്തിരി മിട്ട നമ്മൾ വിളിച്ചു, കിച്ചു എന്ന് വിളിച്ചിട്ട് പോലും കേൾക്കുന്നില്ല. നല്ല രസമായിരുന്നു. അങ്ങനെ കുഞ്ഞിരിക്കുകയാണ് ഗൈസ്. നല്ല രസമാണ്. അവനങ്ങ് നല്ല രസം തോന്നി. അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം ഗൈസ് നമുക്ക് അവനോട് ഒരു ചോദ്യം ചോദിക്കാം ഗൈസ്. നമുക്കിത് കഴിഞ്ഞിട്ട് അവനോടൊരു കാര്യം ചോദിക്കാവേ. അതെന്താണെന്ന് ഏറ്റവും ലാസ്റ്റ് ഞാൻ പറയാവേ. ഇനി ഇടയ്ക്കൊരു ടെസ്റ്റ് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതേ ഇങ്ങനെ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചിട്ടും മിണ്ടുന്നില്ല, ആരും ചോദിച്ചിട്ടും മിണ്ടുന്നില്ല. പിന്നെ ഞാൻ നേരെ കണ്ണാടി എടുത്തിട്ട് പോയി. അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ സ്പ്രേ അടിച്ചപ്പോഴാണ് അവന് ഇച്ചിരി ആശ്വാസം കിട്ടിയത്. അപ്പുറത്തെ കണ്ണാടിയിലൂടെ നിങ്ങൾക്ക് എന്നെ കാണാം. ഞാൻ പിന്നെ അനിയൻ്റെ അടുത്ത് പോയി നിൽക്കുകയായിരുന്നു. നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ ഞാൻ എന്നാലും അടുത്ത് പോയി നിൽക്കുകയാണ്. വീഡിയോ എടുക്കണമല്ലോ നമുക്ക് വീഡിയോ എടുക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ അവിടെ പോയി നിൽക്കുകയായിരുന്നു. പിന്നെ ഏകദേശം ഒരുവിധമൊക്കെ അവനെ റെഡിയാക്കി തരുന്നുണ്ട് ആ അങ്കിളിനോട് നമ്മൾ ചോദിച്ചു വീഡിയോ എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സമ്മതമൊക്കെ തന്നു. വീഡിയോ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഗൈസ്, എനിക്ക് നല്ലപോലെ ബോറടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെ അവിടെയൊക്കെ പോയി വീഡിയോ എടുക്കുന്നത്. ഗൈസ്, അങ്ങനെയൊക്കെ നിൽക്കുകയായിരുന്നു ഗൈസ്. അവിടെ നിൽക്കുകയാണ്. പിന്നെ
ഗൈസ് പിന്നെ അങ്ങനെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞു. നമ്മൾ അവിടുന്ന് പിന്നെ ഇറങ്ങി വീട്ടിൽ വന്നു ഗൈസ്. അങ്ങനെ ഇപ്പൊ കാണാൻ നല്ല സുന്ദരനല്ലേ ഗൈസ്? കണ്ടാൽ നല്ല രസമുണ്ട് ഇപ്പൊ കാണാൻ. എന്നോട് മിണ്ടത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്. എന്താ തിരിച്ചും മിണ്ടുന്നില്ല. പിന്നെ നമുക്ക് അടുത്ത വീഡിയോക്ക് കാണാം ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കൂ, കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ എല്ലാവരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ബൈ.